കോട്ടയം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും റിട്ടയറായ മിനിസ്ട്രിയൽ ജീവനക്കാരുടെ സംഘടനയായ പെൻഷനേഴ്സ് ഫോറം എല്ലാ വർഷവും നടത്തിവരാറുള്ള സൗഹൃദ സംഗമത്തിന്റെ ഭാഗമായി ഈ മാസം 13-ാം തീയതി ചൈതന്യ പാസ്റ്റർ സെന്ററിൽ വെച്ച് കൂടുന്നതാണ്. അതിലേക്കുള്ള അറിയിപ്പായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായ വിവരങ്ങൾ ഇതിന്റെ സംഘാടക സമിതിയിലെ ചെയർമാനും കൺവീനറുമായ ശ്രീ ഡി രാജീവ് അവർ കൂടുതലായി കാര്യങ്ങൾ പറയും. വിദ്യാഭ്യാസ വകുപ്പിലെ മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ പെൻഷൻ പറ്റിയ മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ സംഘടനയാണ് പെൻഷനേഴ്സ് ഫോറം. എല്ലാ വർഷവും നമ്മൾ ഇതിന്റെ ഒരു സൗഹൃദ സമ്മേളനം നടത്താറുണ്ട്. ഈ വർഷത്തെ സൗഹൃദ സമ്മേളനം ഈ വരുന്ന 13-ാം തീയതി ശനിയാഴ്ച കള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തുകയാണ്. സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കുന്നതാണ്. അതോടനുബന്ധിച്ച് ചേരുന്ന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഏറ്റുമാനൂരിന്റെ MLA ആയ ശ്രീ നാട്ടകം സുരേഷാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്ത PP ശാന്തകുമാരിയുടെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായി. അതിന് ഈ ശാന്തകുമാരിക്ക് ഒരു വലിയ അംഗീകാരം കിട്ടുകയും പുരസ്കാരം ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീ ശാന്തകുമാരി സാറിനെ സമ്മേളനത്തിൽ ആദരിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് ADP ആയിരുന്ന VK സർളമ്മ, സീനിയർ സൂപ്രണ്ടും AI വിക്രാന്തൻ, കൃഷ്ണൻകുട്ടി നായർ, അമ്മിണി തുടങ്ങിയ എല്ലാവരും സംസാരിക്കുന്നതാണ്. സമ്മേളനത്തോട് അനുബന്ധിച്ചൊരു വലിയ സംവാദം കൂടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് വയോജന വകുപ്പും പെൻഷൻകാരും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു വലിയ ചർച്ചയും അതോടനുബന്ധിച്ച് വരുന്ന തീരുമാനങ്ങളും ഞങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ അറിയിക്കുന്നതാണ്. അതിന് പ്രമേയം അവതരിപ്പിക്കുന്നത് ഞങ്ങളിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്ത ശ്രീ കുറിച്ചി സദൻ അവറുകളാണ്. ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് അക്കൗണ്ട്സ് ഓഫീസർ KV മാത്യു സാറാണ്. അപ്പൊ ഈ ഒരു വലിയ പരിപാടി, ഈ സംഗമം മറ്റുള്ള ജില്ലകൾക്ക് മാതൃകയായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിവരുന്നത്. വലിയ കൂടുതൽ ജീവനക്കാരുള്ള ജില്ലകളിൽ പോലും നടത്താത്ത ഒരു സംഗമമാണ് വർഷങ്ങളായി കോട്ടയം ജില്ലയിൽ നടത്തിവരുന്നത്. റിട്ടയർ ചെയ്ത മിനിസ്ട്രി ജീവനക്കാരുടെ അതോടൊപ്പം ഏതാനും നോൺ ടീച്ചിങ് വിഭാഗങ്ങളും കൂടെ ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷകരമായ രീതിയിൽ ഞങ്ങൾ ഒത്തുകൂടുകയും ഏത് തസ്തികയിൽ നിന്ന് റിട്ടയർ ചെയ്തോ അതിന്റെ വ്യത്യാസം കൂടാതെ, വലിപ്പച്ചേർപ്പ് ഒന്നും കൂടാതെ എല്ലാവരെയും ഒരേപോലെ കണക്കാക്കി മഹാസമ്മേളനമാണ് ഈ 13-ാം തീയതി നടക്കുന്നത്. എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്